ഹായ് ഗൈസ്, നമ്മളെ വീക്കിലി അനാലിസിസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഫ്റ്റർ ലോങ് ടൈമാണ് നമ്മളിപ്പോൾ ഒരു വീക്കിലി അനാലിസിസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനി ഞങ്ങൾ കുറേ നാളുകൾ നമ്മളെ വീഡിയോസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രോപ്പർലി നമ്മൾ അനാലിസിസ് വീഡിയോസ് ഉണ്ടാവും, വീക്കിലി അനാലിസിസ്, അതേപോലെ ട്രേഡ് ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങളുണ്ടാവും. സോ പ്രോപ്പർലി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന നമ്മളുടെ ആ ഒരു ട്രേഡ് സെറ്റപ്പ് നിങ്ങൾ മനസ്സിലാക്കി എക്സിക്യൂഷൻസിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കാം. സോ ലാസ്റ്റ് വീക്ക് മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്? കറന്റ് ഈ വാർ അങ്ങനെ കുറേ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. സോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രേഡ് ചെയ്യുന്ന ആൾ ഈ സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ എൻട്രീസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ ഇനിയുള്ള നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ്. സോ ഇന്നത്തെ അനാലിസിസിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റിയാണ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഓരോ ടൈം ഫ്രെയിമിലും ഹൈ ടൈം ഫ്രെയിം ലോ ടൈം ഫ്രെയിമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ ടൈം ഫ്രെയിമിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുകൾ എവിടെയാണെന്നുള്ളതും, സോ അവിടെയൊക്കെ പ്രോപ്പർലി നിങ്ങൾ ഏത് രീതിയിലുള്ള കൺഫർമേഷൻ മെത്തേഡ് നിങ്ങൾക്ക് നോക്കാമെന്നുള്ളതും അതിനൊക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ മെയിൻലി ഇത് നോക്കാൻ വേണ്ടി പോണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. വാ. സോ നമുക്ക് ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് വീക്കിലുള്ള ബ്രേക്ക് ഡൗണിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വീക്കിലെ അനാലിസിസിലേക്ക് പോവാം. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് എന്താണ് കറന്റ് നടന്നിട്ടുള്ളതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ലാസ്റ്റ് വീക്കിൻ്റെ ആ ഒരു ഹൈയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലോയും പ്ലോട്ട് ചെയ്യാം. ഞാൻ വീക്കിലി കിലി ചാർട്ടാണ് കറന്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ ഡയറക്റ്റ് പോയി നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്നുള്ള കാര്യം. ഇതായിരുന്നു ലാസ്റ്റ് വീക്ക് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു റേഞ്ച് ആയിരുന്നു ലാസ്റ്റ് വീക്കിലി റേഞ്ച്, പറയുന്ന ഹൈയും അതേപോലെ ഈ പറയുന്ന ലോയും. ഇതാണ് ലാസ്റ്റ് വീക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ. സോ 50 മിനിറ്റ് സിനാരിയോയിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു എക്സിക്യൂഷൻ എന്ന് പറയാനാണെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷനോ സ്ട്രക്ചറോ കാര്യങ്ങളോ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നോക്കി അറിയാം നല്ല രീതിയിലുള്ളൊരു റേഞ്ച് മാർക്കറ്റ് ആയിരുന്നു. ഫസ്റ്റത്തെ ഫിഫ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്ത്തിൽ മാർക്കറ്റ് എന്താ ചെയ്തിട്ടുള്ളത്? ഫിഫ്ത്തിൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു വൺ ഡയറക്ഷൻ മൊമെൻറ്റം തരാനായിട്ട് മാർക്കറ്റിന് പറ്റിയിട്ടില്ല. സെവൻത്തിന് നോക്കിക്കഴിഞ്ഞാലും മാർക്കറ്റിലൊരു വൺ ഡയറക്ഷൻ മൊമെൻറ്റം തരാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് പറ്റും. പ്രോപ്പർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അത് ട്രാപ്പ് ചെയ്ത് താഴേക്ക് വരാനുണ്ടായിട്ടില്ല. സോ ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റം ന്യൂസ് ബേസ്ഡ് കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതെന്താണ്, ഒരു ട്രെൻഡ് റിവേഴ്സലാണ് അല്ലേ. ഇതൊരു ട്രെൻഡ് റിവേഴ്സലാണ്, ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. സോ മൺഡേ മുതൽ നോക്കാന്നുണ്ടെങ്കിൽ ഇതായിരുന്നു സിറ്റുവേഷൻ. സോ നമുക്കൊരു പ്ലാൻ ഉണ്ടായെങ്കിൽ തന്നെ ഇതായിരുന്നു നമുക്കൊരു കണ്ടീഷൻ ഉള്ളത്. സോ ഇത് നമ്മൾ പ്ലോട്ട് ചെയ്തതിൻ്റെ റീസൺ ഈ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം എന്നുള്ളതും പ്രോപ്പർലി ഉള്ള ഇംബാലൻസുകൾ മാർക്കറ്റിലുള്ള സമയത്ത് തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യാറില്ല, അത് കൺസിഡർ ചെയ്യാറില്ല. സോ പിന്നെ ഫിഫ്ത്തിന് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള റിയാക്ഷൻ നമുക്ക് നോക്കാം. കണ്ടോ, ഫസ്റ്റ് തന്നെ മാർക്കറ്റ് ഇമ്പൾസീവ് ആയിട്ടുള്ള അപ്സൈഡ് മൊമെൻറ്റം വന്നിട്ടുണ്ടായിരുന്നു. കറൻ്റ്ലി ഒരു സപ്ലൈ ആണ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, ഇതാണ് മാർക്കറ്റിലെ കൺട്രോൾ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം വാലിഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നോക്കാം. ഇതൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് അല്ലേ എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു ഇന്റേണൽ മൂവ്മെന്റ് ആണ്, ഒരു ഇന്റേണൽ സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, ഒരു ഐബോസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ അതിനെ ഒരിക്കലും വാലിഡ് ബ്രേക്ക് ഔട്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ മാക്സിമം എന്ത് ചെയ്യുക, മാർക്കറ്റ് ഇത് മാറിക്കുക എന്നുള്ളത്. കാരണം ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും മാർക്കറ്റിന് ഇതിനുള്ളിൽ മൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ ഉണ്ട്, മനസ്സിലാവും. കാരണം അവിടെ ചാർട്ട് പാറ്റേണുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കണ്ടീഷനാവും. കാരണം പാറ്റേൺ ഫോർമേഷൻ ഉണ്ടാവും, പല പ്രൈസ് ആക്ഷൻസ് മാർക്കറ്റിൽ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അതിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പ്രോപ്പർലി വേറെ എക്സിക്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടേക്ക് നിങ്ങൾക്ക് നോക്കി അറിയാം പ്രോപ്പർ ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അങ്ങനെയുള്ള കണ്ടീഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ള സിറ്റുവേഷനിൽ മാത്രമാണ് മാർക്കറ്റിനെ നോക്കാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും കൺസിഡർ ചെയ്തിട്ടുള്ള ട്രേഡ്സോ പ്ലാൻസോ ഒന്നും തന്നെ ലാസ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ഞാനിവിടെ നോക്കിയിട്ടില്ല. സോ റീസൺ നിങ്ങൾക്ക് അറിയാം, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രേഡർ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തിലും ഒരു സിസ്റ്റം ഉണ്ടാക്കി ട്രേഡ് ചെയ്യുക എല്ലാവരും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രോപ്പർലി നമ്മളുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ, ഒരു ന്യൂസ് ബേസ്ഡ് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു സിനാരിയോ ഉണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി ഉണ്ടാവുന്ന സെൽ ഓഫും അവിടെ ഉണ്ടാവുന്ന ബൈങ് എല്ലാം എന്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ആ ഒരു സെന്റിമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, മനസ്സിലാവും. അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം വർക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല.
അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിനാരിയോ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്താണ് ലാസ്റ്റ് വീക്ക് ബ്രേക്ക് ഡൗൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറന്റ് ട്രേഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് എന്താണ് നിഫ്റ്റിയുടെ കേസിൽ വേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് പോവാം. സോ ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി സെയിം സിനാരിയോ തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് സെയിം കണ്ടീഷൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് ടോപ്പ് ടു ബോട്ടം അനലൈസ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ വീക്കിലി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. സോ വീക്കിലി നമ്മൾ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് നമ്മളൊരു പ്ലാൻ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മൾ വീക്കിലി എക്സ്പെക്ട് ചെയ്യുന്ന കണ്ടീഷൻ. സോ ഈ ഒരു പിക്ചറിൽ നിന്ന് നമ്മൾ ഏകദേശം ഈ ഒരു ലെവലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അടുത്തൊരാഴ്ച കംപ്ലീറ്റ്ലി വരാമെന്നല്ല, നമുക്കതിന് വേണ്ടിയിട്ട് എന്ത് വേണം, അടുത്തൊരു ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ സിറ്റുവേഷൻ നോക്കാം. സോ ഡെയിലി എന്താ കണ്ടീഷൻ, സെയിം സിനാരിയോ തന്നെ, വീക്കിലിയുള്ള സെയിം സിനാരിയോ തന്നെയാണ് ഡെയിലി ഉള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇതിൻ്റെ ഒരു 0.5 ഒരു ഇക്ലിബ്രിയം ലെവലാണ് നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന കണ്ടീഷൻ. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നത് ഒരു പ്രീമിയം കണ്ടീഷൻ, ഒരു പ്രീമിയം പ്രൈസ് റേഞ്ചിലാണ് മാർക്കറ്റിലുള്ളത്. സോ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഇംബാലൻസസ് മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന നെക്സ്റ്റ് വീക്ക് നമുക്ക് മാർക്കറ്റിൽ ഈ പറയുന്ന ടാർഗറ്റ് ലെവലിലേക്ക് ഈ 0.5 എന്നുള്ള ഇതാണ് ഫൈനൽ ടാർഗറ്റ്. ഇവിടെ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡിലേക്കുള്ള ഒരു എക്സ്പെക്റ്റേഷൻ കൊണ്ടുവരാം, ഒരു ബെയറിഷ് ആയിട്ടുള്ള കണ്ടീഷൻ നമുക്ക് ഇവിടെ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ വീക്ക്ലി ഉള്ള പ്ലാൻ. സോ ഈ വീക്ക്ലി പ്ലാൻ ഡൗൺ സൈഡിലേക്ക് വരണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു പ്രോപ്പർ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവുക, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറോ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റോ അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ അത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് പ്രോപ്പർലി സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട്, നല്ലൊരു വാലിഡ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് ഒരു ലോയിന് ഇത് നോക്കിയാൽ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു ബൈയിങ്ങും അതിന് ഇമ്പൾസീവ് ആയിട്ടുള്ള സെല്ലിങ്ങും മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ ആ ഒരു സ്ട്രക്ചറിൽ എഗെയിൻ ഒരു ബ്രേക്ക് ഔട്ട് കൂടി ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെ പ്രോപ്പർലി മാർക്കറ്റ് ഈ പറയുന്ന ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഒരു കൺഫർമേഷൻ ആയിട്ടുണ്ട്. മനസ്സിലായോ? എഗെയിൻ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റിൽ കൺസിഡർ ചെയ്യാം. സോ ഇവിടെയാണ് എഗെയിൻ നമുക്കിനി എന്താ ചെയ്യാനുള്ളത്, നമുക്കിനി ഇവിടുത്തെ സിറ്റുവേഷൻ ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തപ്പോഴുള്ള മാർക്കറ്റ് സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷനാണ്, ഈ ഒരു ലെവലാണ്. സോ ഇതിനെ നമ്മൾ നെക്സ്റ്റ് ഒരു സപ്ലൈ ലെവലായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മൺഡേയിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഒരിക്കലും മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യില്ല. പ്രോപ്പർലി മാർക്കറ്റിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ലിക്വിഡിറ്റി മാർക്കറ്റിൽ ഉണ്ടാവണം. അപ്പോൾ അത് മാർക്കറ്റിൽ ഇല്ലെങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്ത് അതിനെ ട്രാപ്പ് ചെയ്ത് അതിനെ അല്ലേ, മാർക്കറ്റിൽ ഓർഡേഴ്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ക്രിയേറ്റ് ചെയ്ത് തന്നെ മാർക്കറ്റിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നിങ്ങളുടെ വണ്ടി പെട്രോൾ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാറ്, പമ്പിൽ പോയി പെട്രോൾ അടിക്കും. അത് തന്നെ നിങ്ങളിവിടെ ആലോചിച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. 15 മിനിറ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇനി അതിനൊരു ഇക്വിലിബ്രിയം ലെവലിലേക്കോ അല്ലെങ്കിൽ ആ സപ്ലൈ ലെവലിലേക്കോ മാർക്കറ്റ് വേണമെങ്കിൽ വരാം. സോ നമുക്കിവിടെ ഏത് കണ്ടീഷനെ നമുക്ക് നോക്കാം, ഈ പറയുന്ന 0.5 എന്നുള്ള ഈ സിനാരിയോനെ നമുക്ക് ആദ്യം, അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മേ ബി ഈ ഒരു ലെവലിലേക്ക് വന്ന് ടാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാവരും ആലോചിക്കേണ്ട കാര്യം, ഞാനിങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് അവിടെ എൻട്രി എടുക്കാനല്ല, പ്രോപ്പർലി നിങ്ങൾക്ക് ഇവിടെ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ ഇനിയും കൺഫർമേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, നോ പ്രോബ്ലം. മനസ്സിലാവും? ബെറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു സപ്ലൈ ലെവലിൽ കൺഫർമേഷൻ നോക്കിയിട്ട് ഡൗൺ സൈഡിലേക്ക് നോക്കുന്നതോ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലെവലിൽ കൺഫർമേഷൻ നോക്കിയിട്ട് ഡൗൺ സൈഡിലേക്ക് നോക്കുന്നതോ ആണ് ബെറ്റർ. സോ ഈ രണ്ട് ലെവലിൽ നിന്നായിരിക്കും ഡൗൺ സൈഡിലേക്കുള്ള ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി. മനസ്സിലായോ? ഇത് ജസ്റ്റ് നെക്സ്റ്റ് മൺഡേയിലേക്കുള്ള പ്ലാനാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ സിനാരിയോ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കണ്ടീഷനോട് നമ്മളിപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ എഗെയിൻ മാർക്കറ്റ് അടുത്തൊരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സിറ്റുവേഷൻ പ്ലോട്ട് ചെയ്യുക. അതിൻ്റെ സീറോ ഇക്വിലിബ്രിയം ലെവൽ എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് മൊമെൻറ്റത്തിൻ്റെ ഒരു ഈക്വൽ ലെവലിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. സോ ആ ലെവലിൽ മാർക്കറ്റ് ഗെയിൻ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. അതിനുശേഷം ഈ പറയുന്ന സപ്ലൈയിലേക്കോ അല്ലെങ്കിൽ പ്രീമിയം സോണിലോ ആവാം. സോ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർലി ഉള്ള ലിക്വിഡിറ്റി മാർക്കറ്റിൽ ഇവിടേക്ക് ഉണ്ട്. മേ ബി അതൊക്കെ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അഗ്രസീവ് സൈഡിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. സോ അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ വെക്കുക. ഓൺ ഗോയിങ് നിങ്ങൾ ഇവിടേക്ക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കിയിട്ട്
ഡൗൺ സൈഡിലേക്ക് പോകും. അപ്പോൾ കൺഫർമേഷൻ വേറൊന്നുമില്ല, നമ്മളിവിടെ ഈ കണ്ട ഈ ഒരു സിനാരിയോ എന്ന് പറയുന്നത് കണ്ടോ, ഈ ഒരു സിനാരിയോ ബ്രേക്ക്ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ മനസ്സിലായോ. ഈ സെയിം സിനാരിയോ സ്മോളർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ ഇതേപോലൊരു ബ്രേക്ക്ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ബ്രേക്ക്ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, എഗെയിൻ ഈ ബ്രേക്ക്ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ. സോ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നിങ്ങളൊരു ഏത് മിനിറ്റിൽ 3 മിനിറ്റോ 1 മിനിറ്റോ 2 മിനിറ്റോ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ കിട്ടും. ആ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഡൗൺ സൈഡിലേക്ക് എൻട്രീസ് ഓരോ ബ്രേക്ക്ഔട്ടിലും കയറാം, അല്ലെങ്കിൽ ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾക്ക് കയറാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. ഇനി ഇതിനെ കുറച്ചും കൂടെ കൂടുതലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാ മന്തിലും ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും, നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സോ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലിയിലേക്കുള്ള പ്ലാൻ ഇതല്ല. മെയിൻലി ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് മൺഡേ നമുക്ക് ഈ ഒരു പ്ലാനാണ്. അപ്പോൾ ഈ ഒരു സെയിം സിനാരിയോ തന്നെ ഓരോ ബ്രേക്ക് ഔട്ട്സിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സിക്യൂട്ട് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് നോക്കാം. അപ്പോൾ അപ്സൈഡ് എൻട്രീസ് മാക്സിമം ഞാൻ പറയുന്നത്, അപ്സൈഡ് എൻട്രീസ് എന്ന് പറയുന്നത് റിസ്ക് എൻട്രി, കാരണം എഗെയിൻസ്റ്റ് ബയാസിന് എഗെയിൻസ്റ്റ് ആണ്. നമ്മുടെ ബയാസ് എന്താണ്, ഡൗൺ സൈഡാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ റിസ്കിനെ ഡിപ്ലോ ചെയ്യേണ്ടത് എപ്പോഴും ബയാസിലേക്ക് ആവണം, മനസ്സിലാവും. നമുക്കുള്ള വ്യൂവിലേക്ക് വേണം നിങ്ങൾ ഏറ്റവും കൂടുതൽ റിസ്ക്. നിങ്ങൾ ടോട്ടലി ഇപ്പോൾ ഒരു 10,000 റുപ്പീസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു ഡേ ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസ്ക് എൻട്രീസ് ഈ ഒരു അപ്സൈഡിലേക്ക് മാർക്കറ്റ് പോകുന്നുള്ള സിനാരിയോയിൽ ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എൻട്രീസിലേക്ക് നിങ്ങൾക്ക് അവിടെ ഒരു 2,000 റുപ്പീസ് ഒക്കെ ഡിപ്ലോ ചെയ്യാം, മനസ്സിലാവും. എഗെയിൻ ഒരു 3,000 ഒക്കെ ഡിപ്ലോ ചെയ്യാം. ബാക്കി 70% ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബാക്കി 70% ഉണ്ടാവണം. മെയിൻ പ്ലാൻസിലേക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. മെയിൻലി ഞാൻ അതാ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ നോക്കുക, എല്ലാ ദിവസവും ട്രേഡ് എടുക്കണം എന്നുള്ളൊരു ത്വരയുള്ള ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർ എന്തെങ്കിലും ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മാക്സിമം റിസ്കിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നൊരു കാര്യം. എങ്കിലാണ് കാര്യമുള്ളൂ. പിന്നെ നല്ല ക്വാളിറ്റി ട്രേഡ്സിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന മേജർ കണ്ടീഷൻ, ഈ പറയുന്ന 50 മിനിറ്റിൻ്റെ പ്ലാൻസ് ഉള്ള സമയത്ത് മാത്രം എക്സിക്യൂട്ട് ചെയ്യാം. നാളെ മാർക്കറ്റ് ഇവിടുന്ന് അപ്സൈഡിലേക്ക് മാത്രം മൂവ് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യുകയാണെങ്കിൽ നാളെ ഞാൻ എന്ത് ചെയ്യില്ല, ട്രേഡ് എടുക്കില്ല. നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുന്നതെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്യും, അവിടെ എക്സിക്യൂട്ട് ചെയ്യും. സോ വെയിറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും മെയിൻലി ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ ഒന്നും പറയാറില്ല. അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, ഒന്നും ഇല്ലല്ലോ ഇവിടെ എന്നുള്ളത്. ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, മനസ്സിലാവും. അപ്പോൾ എല്ലാവരും നോക്കുക, നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെയിറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക. ഇപ്പോഴും ട്രേഡ് എടുക്കണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ മാറാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ. എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ നോക്കി നിഫ്റ്റി ഫ്യൂച്ചറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്യൂച്ചർ ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വെബിനാറിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിൻ്റെ ഒരു കണ്ടീഷനും കൂടെ നമുക്ക് നോക്കാം. ചിലവർ ഇൻഡെക്സ് ലെവൽസ് മാത്രം നോക്കി ചെയ്യുന്നവരുണ്ടാവും. സോ അതും കൂടെ നമുക്ക് നോക്കാം. കണ്ട ഈ ഒരു കണ്ടീഷൻ ലെവൽ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ. ഞാൻ നിങ്ങൾക്ക് ലെവലായിട്ട് പ്ലോട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാണ് നെക്സ്റ്റ് വീക്കിൽ പ്ലാൻ 23,183. ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ടാർഗറ്റ്, ഡൗൺ സൈഡ് ടാർഗറ്റ്, ഈ ഒരു ടാർഗറ്റ്. ഓക്കെ, സോ ഇനി നമുക്കിതൊരു 50 മിനിറ്റിൻ്റെ കണ്ടീഷനും കൂടെ നോക്കാം. ഓൾമോസ്റ്റ് ഇവിടെയും നമുക്ക് കാണാം പ്രോപ്പറായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇവിടെയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇവിടെയും പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലെവൽ എവിടെയാ, ഇവിടെ വരെ. എഗെയിൻ മാർക്കറ്റിൽ അടുത്തൊരു ഇപ്പോൾ കറൻ്റ് സപ്ലൈ തന്നെയാണ് കൺട്രോൾ ചെയ്യണത് അല്ലേ. സോ മൺഡേ വേണമെങ്കിൽ മാർക്കറ്റ് ഇത് ടാപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ആ ലെവലും കൂടി ഞാനൊന്ന് പ്രോപ്പർലി പറയാം. മൺഡേയിലേക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 24,275. സോ ഡെയിലി നമുക്ക് പ്രോപ്പർലി ഈ പറയുന്ന കണ്ടീഷനിൽ മാർക്കറ്റ് വന്നിട്ട് അവിടെ റിയാക്ട് ചെയ്ത് പോകുന്നുണ്ട്, ഓരോ ബ്രേക്ക്ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല നല്ല പ്ലാൻസ് വരുന്ന സമയത്ത് ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റി ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളത് നോക്കിക്കഴിഞ്ഞ് മാക്സിമം നിങ്ങളത് ലേണിംഗ് പർപ്പസ് ആയിട്ട് നോക്കാട്ടോ. ഒരിക്കലും ഞാനൊരു ട്രേഡ് പറഞ്ഞുതരാം അങ്ങനെ കരുതരുത്. നിങ്ങളും ഇതൊരു സിസ്റ്റമാണ്, ആ ഒരു സിസ്റ്റം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ സീരീസ് ഓഫ് വീഡിയോസും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം അതിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ സ്ട്രക്ചറിനെ എങ്ങനെ നോക്കണം, വളരെ ബേസിക് ലെവൽ മുതൽ നിങ്ങളുടെ ക്യാപിറ്റൽ മുതൽ നമ്മളൊരു SMC കൺസെപ്റ്റ് നമ്മളൊരു അത്യാവശ്യം ടോപ്പിക്സ് ഇപ്പോൾ കവർ ആയിട്ടുണ്ട്. സോ അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ തന്നെ വരുന്നുണ്ട്. സോ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും നിങ്ങൾക്ക്. അതിലുള്ള അസൈൻമെൻറ്റ്സും കൂടെ പ്രോപ്പറായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ,
സോ നിഫ്റ്റിയുടെ ഓവറോൾ ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണ് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്തായാലും ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനിലേക്ക് പോവാം. കമ്പാരിറ്റീവ്ലി നിഫ്റ്റി ആയിട്ട് നോക്കുമ്പോൾ എന്താ, ബാങ്കിങ് സ്റ്റോക്സ് എല്ലാം നല്ല സ്ട്രോങ് ആണ് അല്ലെ, ബാങ്ക് സെക്ടർ നല്ല സ്ട്രോങ് ആണ്. ഇവിടെ ബാങ്ക് നിഫ്റ്റിയും ചെയ്തിട്ടുള്ള കാര്യം നോക്കാം. ഓൾ ടൈം ഹൈ ബ്രേക്ക് മാർക്കറ്റ് തന്നിട്ടുണ്ട്. സോ ഈ സെഷൻ കുറച്ച് ലെങ്തി ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, കാരണം നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി സെഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ആ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്, പ്രോപ്പറായിട്ടുള്ള ഒരു റിവേഴ്സലും പ്രോപ്പറായിട്ടുള്ള ഓൾ ടൈം ഹൈ ബ്രേക്കും കിട്ടിയിട്ടുണ്ട്. സോ ഇതൊരു ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ വീക്കിലി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നത് ഈ ഒരു ഡിമാൻഡ് ലെവലാണ് കേട്ടോ. ഈ ഒരു ലെവലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലെവലാണ് കറൻ്റ്ലി വീക്കിലി മാർക്കറ്റ് ബുള്ളിഷ് ആണ് കേട്ടോ. അപ്പോൾ വീക്കിലിയിലാണെങ്കിലും മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരാം. കറൻ്റ്ലി ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെല്ലും അതുപോലെ ഒരു നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലും നല്ലൊരു പിൻപാർ ക്യാൻഡിലും മാർക്കറ്റിൽ കാണാം. സോ ഇതൊക്കെ നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് ക്യാൻഡിലാണ് അല്ലേ, നല്ല രീതിയിൽ ഫൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നിട്ടുള്ളത്. അതിന് ശേഷം നല്ലൊരു മർബോസി ക്യാൻഡിൽ ക്ലോസ് ആണ് ലാസ്റ്റ് വീക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്കിത് ഡെയിലിയിലേക്ക് സ്വിച്ച് ചെയ്താൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഡെയിലി നോക്കുന്ന സമയത്ത് സെയിം സിനാരിയോ, നല്ലൊരു ഇമ്പൽസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റും അതിനുശേഷം ഒരു കറക്റ്റീവ് ആയിട്ടുള്ള സിനാരിയോ ആണ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ആ ബ്രേക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെവൽസ് എടുക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഡെയിലി ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതാണ് ഡെയിലി ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയം പ്ലാൻ അല്ലേ ഫസ്റ്റ് നോക്കാൻ പറ്റാം. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മളിത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഈ ഒരു ലെവൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ഫസ്റ്റ് കണ്ടീഷനാണ്. ഇവിടെ നമുക്കൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഡേ പ്ലാൻ എന്ന് വെച്ചാൽ അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് ഒരു ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഒരു കണ്ടിന്യൂഷൻ ആണ്. സോ ഇതിലേക്കുള്ള കൺഫർമേഷൻ സെയിം കൺഫർമേഷൻസ് തന്നെയാണ് നമുക്ക് എടുക്കാനുള്ളത്. 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ ഡെയിലി പ്ലാൻ്റെ കൺഫർമേഷൻസ് എപ്പോഴും നോക്കുന്നത് 15 മിനിറ്റിലാണ്. സോ ഓൾമോസ്റ്റ് നമുക്ക് എവിടെയാണ് കൺഫർമേഷൻ കിട്ടിയിട്ടുള്ളത്, ഓൾമോസ്റ്റ് ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയതിന് ശേഷം ഓക്കെ ബ്രേക്ക് കിട്ടി, അഗെയിൻ ഡൗൺ സൈഡ്. സോ ഓൾറെഡി ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഈ ഒരു സോണിൽ തന്നെ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അഗെയിൻ ബ്രേക്ക്, അഗെയിൻ ഒരു ബ്രേക്ക് ഔട്ടും കൂടെ മാർക്കറ്റിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ലാസ്റ്റ് ബ്രേക്ക് ഔട്ട്സ് വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് കറൻ്റ്ലി ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നാണ് നമുക്കൊരു പ്ലാനും പ്രോപ്പർലി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി സപ്ലൈ ആണ് കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു സപ്ലൈ കണ്ടീഷൻ ഉള്ള സമയത്ത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സെല് ചെയ്യാൻ പറ്റുക. ഡിമാൻഡ് കണ്ടീഷൻസ് ഉള്ള സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ പ്ലാൻ ഇപ്പോൾ എന്താണ്, നമുക്ക് ഡൗൺ സൈഡിലേക്ക്, അതൊരു റിസ്ക് എൻട്രി ആണെങ്കിൽ പോലും ആ പ്ലാനിന് എഗെയിൻസ്റ്റ് നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യാതിരിക്കുക. ആ ഡയറക്ഷനിലേക്ക് കിട്ടുന്ന കൺഫർമേഷനിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ട്രേഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ പോയാലാണ് കാര്യം. സോ ഈ രണ്ട് പ്ലാൻസ് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നും കൺഫർമേഷൻ എടുത്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക്, ഇത് മൺഡേയിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന കാര്യമാണ് പറയണേ. സെയിം സിനാരിയോ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിലും ചെയ്യാനുള്ളൂ. പക്ഷേ ഇതിന് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, സെറ്റപ്സ് ഉണ്ടാവില്ല. നല്ല രീതിയിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല എൻട്രീസ് നിങ്ങൾക്ക് കിട്ടും. അത്ര നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, ഇതാണ് കറൻ്റ്ലി നമ്മളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. സോ നമുക്കിതൊന്ന് ഇനി എന്ത് വേണം, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ കണ്ടീഷൻ ഇവിടെയാണ്. ഇതിന് നമുക്കിനി ഒരാളും കൂടി ഉണ്ടല്ലേ, അപ്പോൾ ആളെയും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. സോ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിലേക്ക് വരുന്ന സമയത്ത് സെയിം ഇതാണ് പ്രോപ്പർലി ബ്രേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോൺ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഒരു സപ്ലൈ 54,214 എന്നുള്ള ഒരു പ്രൈസ് മേ ബി മാർക്കറ്റ് എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അഗെയിൻ അവിടെ നിന്ന് അപ്സൈഡ് പോവുകയാണെങ്കിൽ ഇവിടെ നിന്നായിരിക്കും ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുക. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഇംബാലൻസ് ഉണ്ട്. മേ ബി ഇംബാലൻസ് ടേക്ക് ചെയ്ത് മാർക്കറ്റ് ഈ സപ്ലൈയിലേക്ക് വരാം. സോ അവിടേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം കണ്ടീഷൻ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോവുക, ട്രെൻഡ് റിവേഴ്സൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നോക്കുക, കയറുക.
ഓക്കെ, അപ്പോൾ അതാണ് ഇവിടേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കൺഫർമേഷൻ. അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലുള്ള കൺസെപ്റ്റുകളിലൊക്കെ അറിയാവുന്നവരാണ്, CSD എന്നുള്ള കൺസെപ്റ്റോ അല്ലെങ്കിൽ ICT എൻട്രി മോഡൽസ് ഒക്കെ അറിയാവുന്നവരാണ്, ബ്രേക്കർ ബ്ലോക്സ് അങ്ങനെയുള്ള കണ്ടീഷൻ, നിങ്ങൾ ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങളുടെ എൻട്രീസിനെ ഒന്ന് റിഫൈൻ ചെയ്താൽ മതി. ഈ പറയുന്ന മേജർ ലെവൽസിലേക്ക് ഏറ്റവും നല്ല എൻട്രികൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു മോഡലിനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങളിവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. മനസ്സിലാവും? സിമ്പിൾ. സോ ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്ക്ലി ലെവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇത്രയുള്ള കാര്യം ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി. സോ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, വാട്സപ്പ് നമ്പർ ഉണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. സോ എന്തൊക്കെയാണ് കണ്ടീഷൻ, ഏതൊക്കെയാണ് എന്നുള്ളത് നെക്സ്റ്റ് വീക്കിലി നമുക്ക് നോക്കാം. സോ നല്ല നല്ല ട്രേഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങൾ നമുക്ക് അടുത്ത വീക്കിൽ ഡിസ്കസ് ചെയ്യാം. സോ നല്ലൊരു വീക്ക് ആവട്ടെ നെക്സ്റ്റ് എല്ലാവർക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സൈൻ ഓഫ്.